ബെല്ലാരി രാജ. അപ്പൊ നല്ല ഹാർഡ്, ഭയങ്കര ഒരു ടപ്പ സാധനമാണ്, പവറാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിലാണ് സാധനം പിടിച്ചത്. അതൊരു കൊണ്ടുവന്ന് കണ്ടു, രഞ്ജിത്തോടെ ഇത് ഓക്കെയാണ്, അതിന്റെ കറക്റ്റ് ആ കട്ട് ഷൂവും കാര്യമൊക്കെ വെച്ച് ഇത് ഓക്കെയാണ്. പിന്നെ എന്റെ പറഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ച് ജുവൽസും കാര്യമൊക്കെ കിട്ടും. മമ്മൂക്കയാണ് അവിടുന്ന് അതിന് ഈ കഥയും കാര്യവും കഥാപാത്രം കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ ഈ കഥാപാത്രം കൊണ്ടുപോകണം, കുറച്ചുകൂടെ കളർഫുള്ളും ആകാം. ഈ സ്ലാങ്ങും മൊത്തം കാര്യങ്ങളും ഇങ്ങനെ ആക്കി അതിന്റെ ഒരു മാറ്റം വന്നു. അത് ഹിറ്റുമാണ് പടം. ഒരുപാട് സ്റ്റേജ് ഷോകളും അത് യൂസ് ചെയ്ത് നമ്മുടെ അമ്മ ഷോയ്ക്ക്, അത് അമ്മയുടെ ഷോ എല്ലാം ഞാൻ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വരെ ചെയ്യുന്നത്. ദേവദൂതൻ എന്ന് പറഞ്ഞ പടം എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ട ഒരു അപ്പൊ ഇത് ചെയ്യാൻ പോകുന്നെന്ന് പറയും. ഭയങ്കരമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ആ പടം കളക്ട് ചെയ്യാതെ പോയെന്ന് എനിക്ക് ഇപ്പോഴും. മലയാളത്തിൽ അതേപോലെ തന്നെ വടക്കൻ വിരാത എന്ന് പറയുന്ന പടം, വടക്കൻ വിരാത എന്ന് പറയുന്ന പടം അതിൻ്റെ ആർട്ട്, കോസ്റ്റ്യൂമും കുറച്ച് നാച്ചുറൽ, അത് മൊത്തം നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഒരു മാജിക് കോസ്റ്റ്യൂംസിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു മാജിക് ഉണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു റെഫറൻസും അതിൻ്റെ സ്കീമും വേറൊരു പടത്തിൽ എനിക്ക് ഇതുവരെയ്ക്കും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. രാജമാണിക്യം എന്നുള്ള ടൈറ്റിൽ വരുമ്പോഴേ മമ്മൂക്കയുടെ ഈ പറഞ്ഞ മഞ്ഞ ജുബിയാവാം, ചുവപ്പ് ജുബിയാവാം, കളർ മുണ്ടായിരിക്കാം, ഗ്ലാസ്, ഈ ഡയലോഗ്, നമുക്ക് ആ വിഷ്വലിലെ ക്യാരക്ടർ തന്നെയാണ് ആദ്യം വരുന്നത്. മാണിക്യത്തിന് വേണമെങ്കിൽ നമുക്ക് യൂഷ്വൽ മനുഷ്യന്മാരെ പോലെ ഡ്രസ് ചെയ്യിപ്പിച്ച് ഇറക്കാം. എന്നാൽ മാണിക്യം ഈ കോസ്റ്റ്യൂം ഇടുമ്പോൾ ഇയാൾ ഓവർ ദ ടോപ്പ് ആണ്, ഇയാൾക്ക് അവരുടെ ഡോമിനൻസ് ഉണ്ട്. ആ പടം മൊത്തം കൊണ്ടുവന്ന് മാണിക്യമാണ്. മാണിക്യത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ശരിക്കും എങ്ങനെയാണ്? അല്ല, അത് രഞ്ജിത്തേടൻ ചെയ്യേണ്ട ബെല്ലാരി രാജ. അപ്പൊ രഞ്ജിത്തേടൻ ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്ന സമയത്ത് പോയി വിളിച്ച് ഇതേപോലെ തന്നെ ഞങ്ങൾ ഡിസ്കഷൻ പോയിട്ട് ഞാൻ ഇതേ കണക്ക് തന്നെ എൻ്റെ പറഞ്ഞ് രഞ്ജിത്തേട്ടൻ മമ്മൂക്കയ്ക്ക് ഇതിൽ വേണ്ടുന്ന ഒരു കോസ്റ്റ്യൂം നീ എന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് അതിനുവേണ്ടി ഒരു ഭയങ്കര ഒരു ബ്ലാക്ക് കരമുണ്ട്, അപ്പം എൻ്റെ പറഞ്ഞൊരു 2-3 കളർ ചെയ്യാൻ പറഞ്ഞു. അന്ന് വെള്ളമുണ്ട്, ബ്ലാക്ക് കരമുണ്ട്. എന്നിട്ട് അപ്പം ഞാൻ തന്നെ പോയിട്ട് അതിന് സെപ്പറേറ്റ് ഉള്ള ഗ്രീന്, ഗ്രേ, അങ്ങനെ 3 മുണ്ടെടുത്തിട്ട് അതിന് മേച്ചാക്കി ലിനന്റെ ക്ലോത്ത് എടുത്ത് ഡൈ ചെയ്ത് ആ കറക്റ്റ് അതിന്റെ സെറ്റാക്കി. അതിലും ജുബ്ബ, അതിന് സാധാ ജുബ്ബ. പക്ഷെ ഈ കോമ്പിനേഷൻ എങ്ങനെയാണ്? കാരണം നമ്മുടെ മനസ്സിൽ രഞ്ജിത്തേട്ടൻ പറഞ്ഞ കഥാപാത്രവും ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്കെന്ന് പറയാം ബെല്ലാരി രാജ. അപ്പൊ നല്ല ഹാർഡ്, ഭയങ്കര ഒരു ടപ്പ സാധനമാണ്, പവറാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിലാണ് സാധനം പിടിച്ചത്. അതൊരു കൊണ്ടുവന്ന് കണ്ടു, രഞ്ജിത്തോടെ ഇത് ഓക്കെയാണ്, അതിന്റെ കറക്റ്റ് ആ കട്ട് ഷൂവും കാര്യമൊക്കെ വെച്ച് ഇത് ഓക്കെയാണ്. പിന്നെ എൻ്റെ പറഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ച് ജുവൽസും കാര്യമൊക്കെ കിട്ടും. അപ്പൊ അത് ഇട്ടയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അയാൾ വാച്ച് എന്തെങ്കിലും സാധനം എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതൊന്ന് ഞാൻ പറയാം, വേറെ ഏതെങ്കിലും ആരെന്തെങ്കിലും ഒറിജിനൽ വാച്ച് വാങ്ങിക്കാം, റോളക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള സംഭവം. അതും ഇങ്ങനെ ആയി ഇരിക്കുമ്പോഴാണ് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് രഞ്ജിത്തേട്ടൻ പടം ചെയ്യുന്നില്ല. അപ്പൊ അന്ന് അൻവർ അസോസിയേറ്റ് ആണ് ആ പടത്തിന്റെ, അൻവറിനെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ അറിയണം അൻവർ റഷീദ്. അൻവർ പടത്തിന് ഏറ്റെടുത്ത് വരുമ്പോഴത്തേക്ക് ഈ പാറ്റേണും ഇതൊക്കെ തന്നെയാണ് ആർട്ട്. നമ്മള് ബോവൻ ചേട്ടനാണ് ആർട്ട്, ബോവൻ. അപ്പൊ ഇതിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഈ കോസ്റ്റ്യൂംസ് കൊണ്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോയി വരും, ഇട്ട് കാര്യങ്ങളൊക്കെ പറയണം. മമ്മൂക്ക വിളിച്ചിട്ട് പോയി, മമ്മൂക്കയാണ് അവിടുന്ന് അതിന് ഈ കഥയും കാര്യവും കഥാപാത്രം കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ ഈ കഥാപാത്രം കൊണ്ടുപോകുന്നത് കുറച്ചുകൂടെ കളർഫുള്ളും ആകാം. ഈ സ്ലാങ്ങും മൊത്തം കാര്യങ്ങളും ഇങ്ങനെ ആക്കി അതിന്റെ ഒരു മാറ്റം വന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം വീണ്ടും എനിക്ക് തോന്നുന്നു ഒരാഴ്ച, ഒരു 10 ദിവസം, ഒരാഴ്ച കൂടുതൽ പിന്നും അങ്ങോട്ട് നീണ്ട് കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഈ ഒരു സിൽക്കിന്റെ പാറ്റേൺ, അപ്പോൾ ഇതിന്റെ വേറൊരു ഏരിയ അങ്ങ് പിടിച്ചു. മുണ്ടും കളറ്, ഇതും കളറ്, പിന്നെ ഈ ആഭരണങ്ങളും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഒരു. അപ്പൊ പിന്നെ ആ ഒരു പാറ്റേണിൽ കൂടെ അതിനെ അങ്ങനെ അങ്ങ് ട്രാവൽ ചെയ്തു. അപ്പൊ പിന്നെ ഈ പറഞ്ഞ അതിന്റെ ഈ മാനറിസം അപ്ലൈ ചെയ്യാൻ പിന്നെ സിനിമയുടെ ഒരു വിജയത്തിൽ കോസ്റ്റ്യൂമിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. ഇത് പിന്നീട് എനിക്ക് തോന്നുന്നു പല വർഷങ്ങളിലായിട്ട് ഓരോ എല്ലാ സ്ഥലത്തും ഈ സാധനം ഇപ്പോഴും അത് കുറെ സ്റ്റേജുകൾ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോഴും അതൊരു സ്റ്റൈലാണ്. ഉത്സവ പറമ്പുകളിൽ ഈ ചെണ്ടയിലൊക്കെ ഈ ജുബ്ബയുണ്ട്. അതിന്റെ ഒരു ഇതുണ്ട്. അതൊരു പിന്നെ ഒരു ഭയങ്കര ക്യാരക്ടറും അല്ലായിരുന്നു അതിൽ. അതാണ് ആ കഥാപാത്രവും അങ്ങനെ ഉള്ളൊരു ഇത് കിട്ടിയ കഥാപാത്രമായിരുന്നു.
അപ്പൊ ഇനി അതിനുശേഷം ചോട്ടാ മുംബൈയിൽ വരുമ്പോൾ ഈ തലയുടെ യൂഷ്വൽ കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, മറ്റേ ലോങ് ഷർട്ടിൽ ഇവിടെ വരെ മടക്കി വയ്ക്കുന്നു, ഉള്ളിലൊരു ബനിയൻ ഇട്ടിട്ടുണ്ടോ, ഇയാളുടെ ചിരി ഇതിൽ ഈ കളേഴ്സ് ഉണ്ട്, ഗ്രേ ആയിട്ടുള്ള കളർ ടോൺ. അയാൾ സാധാരണക്കാരനാണ്, അയാൾക്ക് എന്നും പുതിയ ഷർട്ട് വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. തലയുടെ കോസ്റ്റ്യൂംസ് മുള്ളൻ ചന്ദ്രപ്പൻ, ഇവരെങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്? അല്ല, അത് അൻവർ ഇപ്പൊ ഈ പറഞ്ഞ അൻവർ പറഞ്ഞ നമ്മള് അങ്ങനെ ഈ ഭയങ്കര നാച്ചുറൽ പിടിക്കണ്ട, നമുക്ക് ഭയങ്കര കളർഫുൾ ഒരു വേറൊരു പ്രത്യേക രീതി. അല്ല, ഇപ്പം മട്ടാഞ്ചേരിയിൽ പോയിട്ട് അവിടെ ഇതിനൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അൻവറിന്റെ ഒരു ശൈലി അൻവർ തന്നെ പറഞ്ഞു, നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഇവരെയൊക്കെ നമ്മള് പക്ക ഈ നാച്ചുറൽ ഇവിടുത്തെ സാധാരണ ടീഷർട്ടും കാര്യവും വേണ്ട, കുറച്ച് എക്സ്ട്രാ ഇതായിട്ട് ചിന്തിച്ചിട്ട് അങ്ങ് പിടിച്ചു. ഇപ്പോൾ ഓരോ സാധനങ്ങൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഓരോരുത്തർ. ഇപ്പോൾ ഇവർ പറയുമ്പോൾ ഡയറക്ടറൊക്കെ ഇന്ന രീതിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് ചിലപ്പോൾ നമ്മൾ ഈ കഥ എഴുതുന്ന ഭാഗത്ത് പോലും ചിലപ്പോൾ അതൊന്നും കാണൂലായിരിക്കും. പക്ഷെ അപ്പോൾ ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിൽ കൂടിയാണ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. അതിൽ ഈ മണിക്കൂട്ടിന്റെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ട്, ബോൾക്കട്ട് പോലത്തെ ജീൻസ്. അല്ല, അതിൽ മൊത്തത്തിൽ ആരെയും ഇത് ഒരു ടൈപ്പാണ്. പിന്നെ അതൊന്നും നമുക്ക് എന്താ പറയാ പെട്ടെന്നൊന്നും ഇങ്ങനെ ഈ മനസ്സിൽ നിന്ന് വേറൊരു രീതിക്ക് ഇരിക്കണല്ല. അതാ അന്നത്തെ ആ ഒരു സാധനത്തിൽ ഒറ്റ അനുസരിച്ചിട്ട് തന്നെ. അപ്പൊ ഈ പുതിയ ആൾക്കാർ വരുമ്പോ അങ്ങനെയുള്ള ഇതുണ്ട്. ഇപ്പൊ വൈശാഖി തന്നെ വൈശാഖിന്റെ ഞാൻ ചെയ്ത പടം ഒന്ന് ചാക്കോച്ചന്റെ ഒരു പടം, പിന്നെ സീനിയേഴ്സ് അതുമൊക്കെ വേറൊരു ഏരിയയാണ് സീനിയേഴ്സിന്റെ. പിന്നെ ഇത് മമ്മൂക്ക പൃഥ്വിരാജ് പടം പോക്കിരി രാജ, അല്ലെ അതൊക്കെ. പിന്നെ ഈ ഡിസൈൻ ചെയ്യുന്നത് മുണ്ട് മടക്കി കുത്താതെ തന്നെ അങ്ങനെ ഷർട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഒരു തമിഴ് ഫ്ലേവർ കൂടെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ യൂഷ്വൽ അങ്ങനെ ഇത് വരുന്നില്ല. അത് തമിഴിന്റെയും ആ ഒരു കൾച്ചർ. പിന്നെ അതും വൈശാഖും അങ്ങനെ തന്നെ വേറൊരു ഏരിയ അങ്ങ് ഫുള്ള് ഇതാണ്. ഇപ്പൊ സീനിയേഴ്സിലേക്ക് തന്നെ അവരെ അങ്ങനെ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഏറ്റവും ഭയങ്കര രസമുള്ളൊരു വർക്ക് പിന്നീട് എനിക്ക് ഇത് ചലഞ്ചിങ് ആയ ഒരു വർക്കായിരുന്നു ഈ ഇത് നമ്മുടെ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം. ലാലേട്ടൻ ഇപ്പം ഇവരൊക്കെ ഉള്ളത് ജഗദീഷ് ചേട്ടനും മുകേഷും അല്ലല്ല ടു ഹെയർ കാരണം അന്നത്തെ ആ സെറ്റപ്പിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്. അപ്പൊ അതിന് ഒരു അങ്ങനെ പിടിച്ചിട്ടുണ്ട് കോസ്റ്റ്യൂമിന്റെ കാര്യം. ടു ഹെയർ നാറില് നമ്മൾ നല്ല ഒരു അസലൊരു ഏരിയ പൂക്കൾ ഷർട്ടുകളും കളറും. കാരണം അവര് ഇപ്പോഴും ആ നമ്മളാ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള അവസ്ഥ വേറെയാണ് അവരുടെ. കൂടി സ്വഭാവം കൊണ്ട് മാറാതെ അതിന്റെ സെറ്റ് ചെയ്യണം അത് ആൾക്കാരിലേക്ക്. അത് പക്ഷെ അതുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പടം കാണുമ്പോഴേക്കും നമ്മൾ ചെയ്തതിന്റെ ഒക്കെ ഒരു ഏരിയ കറക്റ്റ് ആയതാണ്. സീനിയേഴ്സും അങ്ങനെ തന്നെ, സീനിയേഴ്സും അവരെയൊക്കെ ഒരു വേറൊരു പാറ്റേണിലേക്ക് തിരിച്ച് നമ്മൾ പിടിക്കണം കോസ്റ്റ്യൂംസിൽ. അതിലിപ്പോ എനിക്ക് മറ്റേ ചോട്ടാ മുംബൈയില് ഇൻട്രോ പാട്ടില് പിങ്ക് കളർ കോസ്റ്റ്യൂം മറ്റേ ആ ഒരു അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഓഡിയൻസിന്. അത് ഹിറ്റുമാണ് പടം. ഒരുപാട് സ്റ്റേജ് ഷോകളും ലാലേട്ടൻ തന്നെ ഒരു സ്റ്റേജ് പിന്നെ അത് യൂസ് ചെയ്ത് നമ്മുടെ അമ്മ ഷോയ്ക്ക്. അത് അമ്മയുടെ ഷോ എല്ലാം ഞാൻ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വരെ ചെയ്തത്. ആ ഒരു കോസ്റ്റ്യൂം എങ്ങനെ ശരിക്കും സെറ്റ് ചെയ്തത്? ഏതില്ല ഈ പിങ്ക് കോസ്റ്റ്യൂം ചെട്ടിക്കുളങ്ങര അതിപ്പോ നമ്മള് ആ ഒരു സ്കീം കളർ. കാരണം ഇപ്പം ലാലേട്ടനും അതിനൊക്കെ തന്നെ മമ്മൂക്കയ്ക്കും ഒക്കെ ഇവർക്ക് പേഴ്സണൽ ഉണ്ടപ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡാൻസേഴ്സിന്റെ മൊത്തം കാര്യങ്ങൾ ഡിസ്കഷനിൽ കൂടി അവർക്ക് ആ ഒരു പാറ്റേൺ എന്താണെന്നുള്ളത് ഇപ്പം മുരളിയുടെ പറയും. ലാലേട്ടന്റെ കോസ്റ്റ്യൂം ആ പുള്ളിയുടെ പറയും. അദ്ദേഹം അതനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുവന്ന് നമ്മളെ ഇപ്പം നമുക്ക് നേരത്തെ ചെയ്യണമല്ലോ, ഇത്രയും ആർട്ടിസ്റ്റുകളും കാര്യമുള്ളതുകൊണ്ട് അത് ആദ്യം സെറ്റപ്പ് ചെയ്തിട്ട് ആ പാറ്റേൺ ബാലൻസ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഡാൻസേഴ്സിൻ്റെയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് ഇതില്ലാതെ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പം ചില സ്കീമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു മൊത്തം ഡൈയും കാര്യവും ഇപ്പം തന്നെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം അതിലൊക്കെ ഒരു കോസ്റ്റ്യൂമിന് ടോട്ടൽ ഉണ്ണിയേട്ടൻ പറഞ്ഞ് ആ മൊത്തം കാര്യങ്ങളിലും ശ്രദ്ധിച്ച് അതിൻ്റെ കളറും. കാരണം അതിൽ ഒരു പാറ്റേൺ പിടിച്ച പടമാണ് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു കുറെ നാള് ശേഷം ലാലേട്ടൻ ഇച്ചിരി ഏജ്ഡ് ക്യാരക്ടർ. അപ്പൊ ഏജ് അതുപോലെ കളറുകൾ അങ്ങനത്തെ സാധനം ഫുള്ള് ടൈയാ, ഫുള്ള് വൈറ്റ് 150 മീറ്റർ ലിനൻ എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങനെ ടൈ ചെയ്തെടുക്കുക. ട്രെൻഡായിരുന്നു. അത് ഡൈ ചെയ്തിട്ട് പുള്ളിയെ കൊടുത്തിട്ട് പുള്ളിയുടെ പേഴ്സണൽ കോസ്റ്റ്യൂം ആ പുള്ളി തന്നെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയ.
അപ്പം അങ്ങനെ ചില സാധനങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ തന്നെ അതിൻ്റെ ബാക്കിയുള്ളത് എടുക്കും. അല്ലെങ്കിൽ പിന്നെ പലതും പലതായിപ്പോൾ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പം നമ്മൾ പിന്നെ നമ്മളുടെ വേറൊരു ആർട്ടിസ്റ്റിലേക്ക് നമ്മൾ ആ സാധനങ്ങൾ ആ ഷെയ്ഡ്സുകൾ വരാതിരിക്കും. അല്ലെങ്കിൽ അവർ ഒരിടത്ത് പർച്ചേസ് നമ്മളൊരിടത്ത് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യും. അതിപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ആ പടത്തിന് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. അല്ല ഇതിലിപ്പോൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിലേ ഈ സിബി സാറിനൊപ്പം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സംരംഭത്തിലേക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ദേവദൂതൻ ഭയങ്കര പ്രധാനപ്പെട്ട മൂവിയാണ്. അതിൽ ഈ കരളേനിൻ കൈ പിടിച്ചാൽ പാട്ട് ആദ്യം മഹേശ്വരി തലേ വരും, അയാളുടെ ലോങ് ഷോകള്. അതൊക്കെ എനിക്ക് എൻ്റെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കുകളിലൊന്നാണ്. എനിക്കിപ്പോഴും ആ പടം ഇപ്പോഴും ദേവദൂതൻ എന്ന് പറഞ്ഞ പടം എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ട ഒരു അപ്പൊ ഇത് ചെയ്യാൻ പോകുന്ന പറയാം. ഭയങ്കരമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ആ പടം കളക്ട് ചെയ്യാതെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അതില് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, മഹേശ്വറിന്റെ കോസ്റ്റ്യൂം നമ്മൾ സിനിമയുടെ രണ്ടാം പകുതിയിലാണ് റിവീൽ ചെയ്യുകയാണ്. എന്നാൽ തുടക്കത്തില് എന്തൊരു മഹാനുഭാവ പാട്ടില് ലാലേട്ടന് സിമിലർ കോസ്റ്റ്യൂം വരും. അല്ലല്ല അത് പ്ലാന്റ് അല്ല അത്. കാരണം ഒന്ന് അപ്പോഴ് അവിടെ ഒരു ഷർട്ടും ജീൻസും കോട്ടും ഒക്കെ അങ്ങനെയുള്ള സാധനം ഇട്ട് നിൽക്കുന്നേക്കാളും അതല്ലെങ്കിലും ലാലേട്ടന് എപ്പോഴും അത് ലെങ്ത് സാധനങ്ങൾ ഇട്ട് പുള്ളി ഒരു നടത്തും അതിനൊരു ഫോളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് യൂസ് ചെയ്തതാണ്. മഹേശ്വർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ? മഹേശ്വറിന്റെ ഒരു ഡിസൈൻ അല്ല, മഹേശ്വർ പിന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ അല്ലേ. നോർത്ത് ഇന്ത്യൻ ആകുമ്പോൾ വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത ആ ഒരു ഏരിയയിൽ പിന്നെ അവർക്ക് ഒന്നി മറ്റേ താറ് കൊടുക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് കുറച്ചുകൂടെ ഹൈ ഒരു സാധനം ഒന്നും രീതിക്ക്. പിന്നെ മറ്റേ ഇവരുടെ കോസ്റ്റ്യൂമായിട്ട് നമുക്ക് മാച്ചാണോ മറ്റൊരു സോങ് വരുമ്പോഴും അവരുടെ വെസ്റ്റേൺ സാധനമായിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് കുഴപ്പമില്ലാതെ പോകുന്ന ഒരു പാറ്റേൺ അങ്ങ് എടുത്തതാണ്. പിന്നെ അവരുടെ ഇപ്പം ജയപ്രദ പിന്നെ സാരീസും അതും സ്കീമാണ്. അതിന് ഒരു സ്കീം പിടിച്ച പടം. അതെപ്പോഴും നല്ല ഈ പറഞ്ഞ നല്ല ഒരു ഉഗ്രം വർക്കാണ്. അതിലെനിക്ക് ഈ പൂവേ പാലപ്പൂവേ പാട്ടിന്റെ കോസ്റ്റ്യൂംസ് ഇത്രയും പിള്ളേരികള് അതാ ഒരു ഊട്ടിയുടെ ബാക്ക്ഡ്രോപ്പിൽ അതും ഒരു അതിലൊരു രസകരമായ ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. അത് ഊട്ടിയിൽ ചെയ്ത പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കോസ്റ്റ്യൂം ഒരു പടമുണ്ട്, സത്യം ശിവ സുന്ദരം. അതിന്റെ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞാൽ അതിലെല്ലാം ഒരു പെയിന്റിങ്സിന്റെ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ചെയ്യണമെങ്കിലും പണിയാ. അതൊക്കെ അന്ന് എത്രയോ ദിവസങ്ങൾ മാസം എടുത്ത് കോസ്റ്റ്യൂം ഒക്കെ ആണെന്ന് പറയാം അതിന്റെയൊക്കെ വർക്ക്. അതൊക്കെ അതിൽ കളേഴ്സ് സ്കീമൊക്കെ അത് ഞാനും ആർട്ട് ഡയറക്ടറുമായിട്ട് എപ്പോഴും ഇപ്പം ബോവൻ ചേട്ടനൊക്കെ നമ്മൾ എല്ലാം ഇപ്പം രാജമാണിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കൂടെയാണ്. അപ്പം അൻവർ നമ്മളെയാണ് എന്നിട്ട് പറഞ്ഞത് അത്. കാരണം അൻവർ അന്ന് പുതിയതായിട്ട് വരുന്ന ഒരാൾ ബോവൻ ചേട്ടനെ എന്നെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞ ആ സോങ് റഹ്മാൻ ഒരു സോങ് ഉണ്ടല്ലോ പാണ്ടിമേളം, അത് നമ്മളെ ഇഷ്ടം അനുസരിച്ച് വാരി കളിക്കുകയായിരുന്നു ചെയ്ത. ഞാനും ഈ അതിന്റെ കളറും അങ്ങനെയൊക്കെ ഒരു കാലം അതൊക്കെ ഇരുന്ന് കോസ്റ്റ്യൂം ചെയ്യാനുള്ള രസം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സിനിമ നിർത്തിയെന്ന് പറയാം. ഒന്നുമില്ല ചെയ്യാനായിട്ട് ഇപ്പൊ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ. ഒന്നാമത്തെ പ്രശ്നം ഇന്ന് വരുന്ന ആൾക്കാരുടെ ടേസ്റ്റ് ഉണ്ട്. ആൾക്കാരുടെ ടേസ്റ്റ് അല്ല എല്ലാം. ഇന്ന് തമ്മനത്തുനിന്ന് വേണമെങ്കിൽ ഒരു സിനിമയുടെ കാര്യം പർച്ചേസ് ചെയ്യാം. എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ ഷോപ്പിൽ കയറിയാൽ തന്നെ ഒരു സിനിമയ്ക്കുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. അന്ന് അതല്ല. ഒന്നാമത് ഇന്ന് എല്ലാം നോർമൽ സൈസ് ആൾക്കാരാണ് ഫിലിം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അന്ന് ക്യാപ്റ്റൻ രാജു, സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ, സുരേഷ് ചേട്ടൻ, ക്യാപ്റ്റൻ രാജു, ജയറാം ചേട്ടൻ, ഇവർക്കൊക്കെ ഒരു ജീൻസ് ബോബൻ ഇവർക്കൊക്കെ ഒരു ജീൻസ് ഷൂ വാങ്ങണമെങ്കിൽ നമ്മൾ ബോംബെയിലെ അല്ലെങ്കിൽ മദ്രാസിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കടകളിൽ തപ്പണം. ബാംഗ്ലൂരാ. അപ്പോൾ ഇത് എടുത്തു വരുമ്പോൾ നമ്മൾ നോക്കുകയും വേണം. ആ കടയിൽ നിന്ന് തന്നെ ആയിരിക്കും ഇവർക്ക് കഴിഞ്ഞ പടത്തിനും എടുത്തിട്ടുള്ളത്. അതിന്റെ സാധനവും അവര് അത് നോക്കണം. പിന്നെ ഈ സൈസ് നല്ല പണിയായിരുന്നു അന്നൊക്കെ. ഒരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനൊക്കെ തപ്പി നടന്നേ ഇവർക്ക് ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഫ്രണ്ട്സ് പിന്നെ അതേപോലെ തന്നെ ഈ സംരംഭത്തിലേക്ക് ചെയ്യണ സമയമൊക്കെ ഉണ്ടല്ലോ, നല്ല ജോലിയാണ്. പല സ്ഥലവും തപ്പിയാണ് വെറൈറ്റി കണ്ടുപിടിക്കണം. ഇന്നിപ്പോ ഇവിടെ ഏത് സ്ഥലത്ത് പോയാലും ആളുകളും ഇന്ന് അതിന് പോണ്ട, വീട്ടിലിരുന്നുകൊണ്ട് കോസ്റ്റ്യൂം പർച്ചേസ് ചെയ്യാം. ഓൺലൈനിൽ എടുക്കാൻ നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനം 15 ദിവസത്തിനകം തിരിച്ചു കൊടുക്കാം. അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോഴത്തേക്ക് നമുക്കൊരു തൃപ്തിയില്ല. നമ്മൾ ലൊക്കേഷനിൽ ചെന്നിട്ട് വെറുതെ ശമ്പളം വാങ്ങിച്ചിട്ട് അവിടുത്തെ ഫുഡും കഴിച്ചിങ്ങനെ. ഞാൻ അതുകൊണ്ട് ഒക്കെ കൂടെ കൊണ്ടാണ്. അല്ലാതെ വർക്ക് ചെയ്യേണ്ട ഒരു കോസ്റ്റ്യൂം ഡിസൈനർക്ക് വർക്ക് ചെയ്യേണ്ട വർക്കുണ്ടെങ്കിൽ ഇപ്പം ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു ഫാന്റസി, അത് മാത്രമേ ഞാൻ ഇപ്പൊ ചെയ്യുള്ളൂ. ഫാന്റസി വരുമ്പോഴേ അത്ഭുത ദ്വീപ്, അതായത് ഇത്രയും ചെറിയ ആൾക്കാരെ പടയാളിയും രാജാക്കളും അതും നല്ല ചലഞ്ചിങ് ഉള്ള സാധനം. ഇപ്പൊ നമ്മളൊരു
എന്താ പറയാ ഒരു വലിയൊരാൾക്ക് ഒരു ലോക തയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ അല്ല അതിന്റെ ഡബിൾ ജോലിയാണ്. വലിയൊരാളിന് തയ്ക്കാൻ വലിയൊരാളിന് തയ്ക്കുമ്പോ പടയാളി എന്നൊക്കെ പറഞ്ഞ സ്ഥാനം കിട്ടും. ഇത് ഇത്ര ഉള്ള ഒരാളിന് തയ്ക്കുമ്പോൾ കോസ്റ്റ്യൂമിൽ അത്രയും ഡെപ്ത് കൂട്ടണം ഓരോ സാധനത്തിന്റെ. ഇപ്പൊ നമ്മളൊരു മറ്റേ ആളിന് നല്ലൊരു ഫ്ലാറ്റ് ആണെങ്കിൽ ഇവരുടെ ആ കോസ്റ്റ്യൂമിൽ പവർ കൂട്ടാൻ വേണ്ടിട്ട് റിബേറ്റും ആണിയൊക്കെ അടിച്ചു കയറ്റണം. അപ്പോഴേ ഇപ്പൊ അജയന്റെ ഒരു കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ രാജകുമാരനുമാണ്. അപ്പൊ അതിന് നമ്മള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചാലേ ഇവര് ആ പവർ കാണിക്കാൻ പറ്റും. പിന്നെ കളർ സ്കീം ഉണ്ടാക്കണം, അതിന്റെ സ്കീം ആവണം. ഒരു കോഫി ബ്രൗൺ പോലത്തെ മെറൂൺ, കോഫി ബ്രൗൺ, ബ്ലാക്ക്. അപ്പൊ അങ്ങനെയുള്ള ഡാർക്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലേ നമുക്ക് അങ്ങനെ ഒരു കൂടുതലൊരു പവർ നമുക്ക് അവരൊക്കെ കിട്ടുള്ളൂ. ഭയങ്കര എക്സ്പീരിയൻസ് അത്ഭുതദ്വീപ് നല്ല ഉഗ്ര. എല്ലാവർക്കും കോസ്റ്റ്യൂം വേണല്ലോ, ഇപ്പോഴത്തെ കോസ്റ്റ്യൂം യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ചെരുപ്പ് എല്ലാവർക്കും, ഷൂസ്, ചെരുപ്പ്, പിന്നെ കുതിരയിൽ കയറുന്ന സംഭവമുണ്ട്. അപ്പോൾ ഒരു കോസ്റ്റ്യൂംസിന് വരെ എത്ര കോസ്റ്റ്യൂംസ്. അയ്യോ അത് ഈ പറഞ്ഞ അല്ല, എനിക്ക് അങ്ങനെയുള്ള വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് ഭക്ഷണം പോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ എല്ലാ രാജകൊട്ടാര, പിന്നെ ക്ലൈമാക്സിൽ വരുന്ന വില്ലന്മാര് അവരൊരു സെറ്റപ്പ് എങ്ങനെയായിരുന്നു അവരെ ഡിസൈൻ ചെയ്യുന്നത്? അല്ല അതും ഇതേണക്ക് തന്നെ, അതിന്നും നേരെ ഭയങ്കര വലിയ ആൾക്കാര്. അത് വിനയൻ ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വിനയൻ ചേട്ടൻ ഈ പറഞ്ഞ നമുക്ക് ഫുള്ള് ഫ്രീഡം. അത് പുള്ളിയുടെ ഞാൻ ഒരു 4-5 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും സബ്ജക്റ്റ് കേൾക്കുക നമ്മൾക്ക് ഇഷ്ടമുള്ളത്, അപ്പം നമ്മൾ അങ്ങനെ എപ്പിക്കേണ്ടി ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എത്രത്തോളം ഭയങ്കര ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യും. അതിലെന്തെങ്കിലും ഫാൾട്ട് എന്തെങ്കിലും കുഴപ്പം വന്നാലോ നമ്മുടെ ഇതാണ്. അപ്പോൾ അത് വളരെ ഇതായിട്ടാണ് 2-3 പടം ഞാൻ ചെയ്തിട്ടുണ്ട് വിനയൻ ചേട്ടൻ്റെ. എല്ലാം അങ്ങനെ ഇതുള്ളതാണ്. പിന്നെ നമുക്ക് ഭയങ്കര പവറാണ്. ആ ഒരു ടെക്നീഷ്യൻ എന്താണ് വിനയൻ ചേട്ടൻ ഇത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് ആർട്ടിസ്റ്റ് ആയാലും ഇട്ടേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അത് കൊണ്ടുപോയിട്ട് പിന്നെ അത് മാറ്റലും വേറൊരു കാര്യമൊന്നുമില്ല. അത് കൊണ്ടുപോയാൽ അവിടെ നമുക്കിടാം. അപ്പോൾ അതൊരു സാധനം നമ്മൾ ചെയ്ത് റെഡിയായി കൊണ്ടുപോകുന്ന സാധനം അല്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും പല കുഴപ്പമുണ്ട്. അപ്പം നല്ലത് പറയാം, ചീത്തയായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, ആരെയാണ് എന്താണെന്നുള്ളത് അല്ല. അപ്പോൾ അതാണ് ഇത് നല്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പറയണത് എനിക്ക് അത് പറ്റില്ല, അത് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറയും. അത് ഇടാനായിട്ട് നിങ്ങൾ റെഡി ആയിക്കോളൂ, എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ആളാണ് വിനയൻ ചേട്ടൻ. അങ്ങനെ ഒരു ടെക്നീഷ്യന് ഭയങ്കര പവർ കിട്ടും വിനയൻ ചേട്ടനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. ഈ ചോക്ലേറ്റ് സിനിമയില് പൃഥ്വി ഉപയോഗിച്ചിരിക്കുന്ന ഷർട്ടുകളിൽ പ്രസ് ബട്ടൺ ഷർട്ടുകള്, ബെൽറ്റ് പിന്നെ അതിന് വേണ്ടിയിട്ട് അതൊരു സ്റ്റൈലായിരുന്നു. അല്ല അത് സ്റ്റൈല് നമ്മൾ അങ്ങനെ എടുക്കുക. നമ്മളിപ്പോ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് ഇപ്പൊ നമ്മൾ അവരോടെയും പറയും. ഇപ്പം പൃഥ്വിന്റെ തന്നെ പറയും, നമ്മളിപ്പോ ഇഞ്ചി ഇപ്പൊ പൃഥ്വിന്റെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാനൊരു സത്യത്തില് അത് ആ ഒരു ബെൽറ്റ് വാങ്ങി. ഇത് ഇപ്പൊ ഇതിന്റെ അടിയിൽ കെട്ടിയാൽ ഞാൻ ഇഞ്ച് ചെയ്ത പ്രത്യേകം ഞാൻ പറഞ്ഞു നമുക്കൊരു ഹാഫൊക്കെ ഇളക്കിയിട്ടിട്ട് അങ്ങനെയുള്ള രീതിക്കാക്കി അതിങ്ങനെയാക്കാം. പുറത്തിട്ട് ഇത് ഇടയ്ക്കിട്ട് പൃഥ്വിരാജ് അതിനൊക്കെ കെട്ടുന്നു, അത് സ്റ്റൈല്. പിന്നെ നമ്മൾ പോയി നിന്ന് ഇടുമ്പോൾ ഫസ്റ്റ് അതിന്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യലുണ്ട്. അപ്പൊ ആ സ്റ്റൈൽ ചെയ്ത് വരുമ്പോഴും നമ്മളെല്ലാവരും ഓക്കെ പറയുന്നു, അങ്ങ് നിൽക്കുകയാണ് പൃഥ്വി. പിന്നെ അന്നത്തെ ആ ഒരു ടൈമിൽ ഞാൻ പൃഥ്വിയായിട്ട് കുറേ വർക്കുകൾ കുറേ സിനിമ പൃഥ്വിരാജിന്റെ വർക്ക് ഞാൻ തന്നെയാണ്. സ്വപ്നക്കൂടായാലും ചക്രമായാലും വെള്ളി നക്ഷത്രം കുറേ സിനിമകൾ അടുപ്പിച്ച്. അപ്പൊ പിന്നെ നമുക്ക് നല്ലൊരു ഇതുണ്ട്. അപ്പൊ എന്ത് വേണമെങ്കിലും പറയാം, നമുക്ക് അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യാം. അപ്പൊ അത് രാജുവും അതേണൊക്കെ തന്നെ. പ്രസ് ബട്ടൺ ഇതായി, അത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു സാധനം ഞാൻ ചെയ്തിറക്കിയിട്ടുണ്ട്, ഡെനീമിന്റെ ഒരു സംഭവം. അതൊക്കെ പിന്നെ കുറെ ഇതായി. അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ക്ലോത്തിൽ അന്ന് മദ്രാസിൽ നിന്ന് ക്ലോത്ത് വാങ്ങിച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ബ്ലീച്ച് ചെയ്തൊക്കെ എടുത്ത സംഭവമാണ്. ഇപ്പൊ ഈ ചോക്ലേറ്റിൽ തന്നെ ക്ലൈമാക്സ് സീക്വൻസിൽ ഈ രമണനും ചന്ദ്രികയും വരും. അപ്പൊ അവരുടെ ഒരു കോസ്റ്റ്യൂം നമ്മളിത് നോവൽ വായിച്ചിട്ടുണ്ട്, പഴയ സിനിമ കണ്ടിട്ടുണ്ട്. ഇതിൽ ഈ പച്ച ചുബ ഇട്ടാൽ ഇത് വർക്കാവും. സ്റ്റേജിലാണ് ലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ലൈറ്റ് കളറാണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും. അതെങ്ങനെയാണ് അതിന്റെ? അല്ല, രമണനും ചന്ദ്രിക ഇത് ചെയ്യുമ്പോഴും അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യില്ല. ഇപ്പം നമുക്ക് അറിയാം, ധാവണി ഉടുത്ത് അല്ല, ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു മാളികയില പെൺകുട്ടിയാണല്ലോ നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ രമണനും ചന്ദ്രിക എന്ന് പറഞ്ഞാൽ. മറ്റേ ആളൊരു ആർട്ടിഡൈൻ പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ ഡള്ളാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു നാച്ചുറലിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം മാക്സിമം ബ്രൈറ്റ്നസ്. പക്ഷേ ഇയാളുടെ എൻട്രി എന്ന് പറയുന്നത് നാച്ചുറൽ സാധനത്തിൽ വരുമ്പോഴത്തേക്ക് അതങ്ങ്. പിന്നെ നമുക്കിതാണ് ഈ സബ്ജക്റ്റ് എപ്പോഴും അവിടെ ഉപയോഗിക്കുന്ന ഡയലോഗ്സും എന്താണ് കാര്യം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടും ഇതിനൊരു കളർ സ്കീം എന്താണ്, ബാക്ക് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്, അതും കൂടെ അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്ന് മാറ്റാം. പിന്നെ ആ പാറ്റേണിൽ നിന്നും ഇപ്പോൾ രമണന്റെ കോസ്റ്റ്യൂമിൽ നിന്നും കുറച്ചുകൂടെ ലെങ്തും സാധാരണ രമണനെ കാണിക്കുന്ന മറ്റേ വീനക്കിന്റെ ഒരു ചെറിയ പനിയം പോലുള്ള സാധനത്തിൽ നമ്മൾ
കുറെ കൂടെ അതിലേക്ക് വന്ന് ഉള്ള ഒരു സംഭവമായിരുന്നേ ഉള്ളൂ. ശരിക്കും ഈ വസ്ത്രാലങ്കാരം അതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. ശരിക്കും ഈ നാട്ടിലൊരു തയ്യൽ ഷോപ്പായിരുന്നു അറിയാം. തയ്യൽ ഷോപ്പായിരുന്നു. വസ്ത്രാലങ്കാരം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛന് ഹോട്ടൽ ബിസിനസ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അത് ഹോട്ടലുള്ളതുകൊണ്ട് പൈസയ്ക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ല, ആഹാരത്തിനും പൈസയ്ക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പിന്നെ ഭാവിയിൽ എന്തായാലും അത് ഏൽപ്പിക്കണം. കാരണം അച്ഛൻ തന്നെ പറയും, ഈ ഞാൻ തയ്യൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് പറയും, അവർ തയ്യൽ കടക്കാരൻ തന്നെ വല്ല ഓണത്തിനും ഇതിനൊക്കെയാണ് ഇത്രയും പൈസ നമ്മുടെ ഇവിടുത്തെ കടം തീർക്കണം, ആ ജോലി തന്നെ ഇനി പോയി പഠിക്കണമെന്ന്. അപ്പോൾ ഞാൻ സത്യത്തിൽ അങ്ങനെയാണ്. തയ്യൽ അന്ന് ഭയങ്കര വരുമാനമൊന്നും ഉള്ളൊരു ജോലിയല്ല. എന്നിട്ടും എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് വെച്ചാൽ ഞാൻ അന്ന് സത്യത്തിൽ ഈ ജോലി പഠിക്കുന്നത് എനിക്ക് നല്ല ഡ്രസ്സ്, ഞാനൊരു തുണി എടുത്തിട്ട് കൊണ്ടുപോയി അന്ന് വെഞ്ഞാറമുട്ടിലുള്ള തയ്യൽ കടകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഞാൻ ഈ തണലിൽ ഇത്തിരി നേരം എന്നൊക്കെ പറഞ്ഞ പടത്തിൻ്റെയൊക്കെ ഈ റഹ്മാൻ്റെ സ്റ്റില്ലും ഇതൊക്കെയാണ്. ശങ്കർ റഹ്മാനുമാണ് അന്ന് അവരാണ് അന്നത്തെ ഏറ്റവും നല്ല കോസ്റ്റ്യൂംസ് ഉണ്ട് അന്ന് നമ്മുടെ ആ ഒരു ചെറുപ്പത്തിൽ. ഈ ഫോട്ടോകൾ കൊണ്ടുപോയി കാണിച്ചിട്ടൊക്കെയാണ് ഈ പത്രത്തിൽ വരുന്ന ഫോട്ടോ. എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന സ്ഥലത്തൊന്നും അങ്ങനെയൊന്നും ഇതാവില്ല. അപ്പോഴാണ് ഞാൻ നമ്മൾ തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമായിട്ട് തയ്ക്കാം. സത്യം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ബിസിനസിൻ്റെ ഇതാണ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടും പൈസയും സുഖമൊന്നുമല്ല, എന്നാലും നല്ല പണിയുള്ളതാണ്. എങ്കിലും പൈസയും മറ്റുള്ളവരെക്കാളും ഇതുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ തയ്യൽ കടയിൽ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആള് ഒരു നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയും പോയിരുന്ന് തയ്യലും പഠിക്കും. അതിനൊക്കെ തന്നെ അച്ഛൻ്റെ ഹോട്ടലിൽ വന്നിട്ട് ക്യാഷിലും മറ്റു കാര്യത്തിനും അച്ഛനെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ 5-6 മാസം പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി അമ്മയെ കൊണ്ടൊരു തയ്യൽ മെഷീൻ വാങ്ങിപ്പിച്ചു. അന്ന് 600 രൂപ കണ്ടു കൊടുത്തൊരു മെഷീൻ വാങ്ങി തന്നു. പിന്നെ ഞാൻ എൻ്റെ ഷർട്ട് എന്നെ പൊളിച്ചിട്ട് പുതിയ മുണ്ടലും അതിലും ഒക്കെ ഇട്ട് വെട്ടിയിട്ട് അത് ഇട്ടിട്ട് അങ്ങനെയാണ് അങ്ങനെ കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ പെട്ടെന്ന് മാറി ഇത് കണക്ക് തന്നെ. പിന്നെ എനിക്ക് തന്നെ അങ്ങോട്ട് സാധനങ്ങൾ ഇപ്പോൾ DHൻ്റെയും ഇതിൻ്റെയൊക്കെ ഓരോ ഷർട്ടുകളെയൊക്കെ വെച്ചിട്ട് അങ്ങനെ പാച്ച് ചെയ്ത് ഷർട്ടുകൾ ഞാൻ തച്ചിട്ട് ഞാൻ തന്നെ മോഡൽ. അപ്പോൾ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ വന്നു. പിന്നെ ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞു ഇതിനൊക്കെ വേണമെന്ന് പറയുമ്പോൾ അതിനൊരു പൈസ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ നിങ്ങളിപ്പോൾ ഒരു ഷർട്ടിൻ്റെ തുണി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് തയ്ക്കുകയല്ല ചെയ്യുന്നത്. അതിന് എത്ര രൂപയെന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതിനൊരു പൈസ ഇടും. എല്ലാം കൂടെ ഇട്ടിട്ട് 100 രൂപയാണെങ്കിൽ അതിൻ്റെ കളർ വെച്ചടിക്കാനുള്ള കൂടെ വെച്ചിട്ട് ഞാനൊരു ഷർട്ട് വെച്ചിട്ട് അവരൊക്കെ അതും കൊടുക്കുക. അപ്പം അങ്ങനെ ആ ബിസിനസ് അങ്ങ് കയറി അങ്ങ് വലുതായി. അപ്പോൾ അച്ഛൻ്റെ ഹോട്ടലെന്ന് പറയണത് ചെറുതായിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു മെഷീനിൽ നിന്ന് ഇങ്ങനെ മെഷീൻ 12 മെഷീൻ 13 മെഷീൻ ഇങ്ങനെ എണ്ണം കൂട്ടി സ്റ്റാഫുകളും കൂടിക്കൊണ്ടിരുന്നു. ഹോട്ടൽ മൊത്തം മാറിയിട്ട് ഇത് ഫുള്ള് ഷോപ്പായി. ടൈലറിങ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് അടക്കമുള്ള ആൾക്കാർ. ഇന്നത്തെ നമ്മളെ കൃഷ്ണകുമാറൊക്കെ നമ്മളിപ്പം MP മത്സരിക്കാൻ നിൽക്കുന്ന കൃഷ്ണകുമാർ അന്ന് ദൂരദർശനിലെ വാർത്ത വായിക്കും. അപ്പോൾ അവരുടെയൊക്കെ വരെ ഷർട്ടുകൾ ഇതൊക്കെയാണ്. പിന്നെ ഇന്ന് ചിപ്പി എന്ന് പറഞ്ഞ രഞ്ജിത്തേട്ടൻ അവരുടെ അച്ഛൻ മാമൻ. അപ്പം നമ്മൾ അന്ന് സിനിമയായിട്ടുള്ള കുറേ ആൾക്കാർ, അപ്പം ഇഷ്ടം പോലെ ആൾക്കാർ വരും. എന്ന ഒരു സ്ഥലം വരുന്നു ചെമ്പൂർ ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ DHൻ്റെയൊക്കെ ഷർട്ട് ബോംബെ പോകണം വാങ്ങണമെങ്കിൽ, വേറെ ഒന്നും CD DH അങ്ങനെയൊക്കെയുള്ള റെഡിമെയ്ഡ്. അപ്പോൾ അതൊക്കെ വെഞ്ഞാറമുട്ടിൽ അപൂർവം ആൾക്കാർ പോയി വാങ്ങിയിട്ട് ഇടുന്നവരുണ്ട്. CD ഷർട്ട് ഇടുന്ന ഒരു ആളുണ്ട് വെഞ്ഞാറമുട്ടിൽ സ്ഥിരം. അവർ 10 ഷർട്ടൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ സാധനം തന്നെ നമ്മൾ അടിക്കുമെന്ന് വെച്ചാൽ ബാംഗ്ലൂർ പോയിട്ട് അന്ന് ഒരു സ്റ്റിഫ് കിട്ടും. അതൊന്നും ഇവിടെയും കിട്ടില്ല റെഡിമെയ്ഡ്, അത് ബാംഗ്ലൂർ കിട്ടും. അവിടെ പോയിട്ട് ബട്ടനും കാര്യവും ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതനുസരിച്ച് ഞാൻ സ്റ്റിച്ചിങ് ചാർജും കൂട്ടും. അപ്പം അങ്ങനെയാണ് തയ്യൽ ഇതായി. ഞാൻ ഭയങ്കര ഓരോ ഫിലിമിലും വരുന്നതിൻ്റെ വെറൈറ്റി സാധനങ്ങളും അതിൻ്റെ അപ്പുറം അതിന് മേളിൽ സാധനങ്ങളും ചെയ്തിട്ട് ഇങ്ങനെ പോയി. അല്ല, ഫിലിമൊന്നും എൻ്റെ മനസ്സിൽ ഒരു ഷൂട്ടിങ് കാണാൻ പോലും പറ്റുമെന്ന്. കാരണം നമ്മൾ ചെമ്പൂരെന്നൊക്കെ പറയുന്ന വെഞ്ഞാറമൂട് ചെമ്പൂരെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഷൂട്ടിങ് പോലും വരാറുമില്ല, അതിനെക്കുറിച്ചില്ല. നാടകം ഉണ്ട്, നാടകത്തിൽ ചെയ്യുക. നാടകം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ നാടകത്തിൽ സമിതികൾ, സൗവർണിക, സംഘചേതന, പിന്നെ വലിയ നാടക, പിന്നെ ആറ്റിങ്ങലും ചെറിയ കഴിവായിട്ട് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ. പിന്നെ ഞങ്ങളെ നാടക ക്ലബ്ബുകളുണ്ട്. ഞങ്ങളുടെ നാടക ക്ലബ്ബ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് 1 മണി അമച്ചർ നാടകങ്ങളുടെ ഒരു ഇതുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നാഷണൽ അക്കാഡമി ഓഫ് തിയേറ്റർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഡ്രാമ ആ സ്കൂളാണ്. അതിലാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടുത്തെ നാടകങ്ങളും. പക്ഷേ ഇപ്പോൾ അവിടെ വേറെ ഗ്ലോബാർട്സ് ഉണ്ട്, ഗാന്ധിജി യൂത്ത് ക്ലബ്ബ്. എല്ലാവരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണം. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് എൻ്റെ ഇല്ല. ഇവർക്ക് ഓരോ സാധനങ്ങൾ പാറ്റേണും പൈജാമയൊക്കെ വേണമെന്നുള്ളതില്ല. അവരുമായിട്ടൊക്കെ നമ്മൾ ആ ക്ലബ്ബുകാരെങ്കിലും അവർ കൊണ്ടുവന്ന് പൈസ തരും, അവർക്കും സ്റ്റിച്ച് ചെയ്തെല്ലാം കൊടുക്കും. പക്ഷെ നമ്മുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ പഠിച്ച് നമ്മൾ റെഡിയാക്കിയതാണ്. അത് നമ്മൾ വലിയ ബുക്കുകൾ, അത് നിസാർ സെയ്ദ് സക്കീർ, ഇവർ രണ്ടുപേരും പുറത്തുനിന്നൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒക്കെ ബുക്സും മറ്റു കാര്യമൊക്കെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന നാടകങ്ങളും അങ്ങനെയുള്ള നാടകങ്ങളായിരുന്നു.
അപ്പോൾ അതിലൊരു നാടകത്തിൽ കൂടിയാണ് അടൂർ സാർ വന്ന് കണ്ടത്. അപ്പോഴും നമ്മൾ ഒരിക്കലും പിന്നെ സിനിമ എന്നുള്ള സാധനം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്നാണ് ഇതേണക്ക് കഥാപുരുഷനിൽ വിളിക്കുകയും അങ്ങനെ പോയി അവിടെ നിന്ന് സിനിമാക്കാരനായി. ഈ കണ്ട സിനിമകളിലെ ഇപ്പോൾ പിന്നീട് അവിടെ ഒരുപാട് സിനിമ കാണലൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കോസ്റ്റ്യൂം ഏതായിരിക്കും? അങ്ങനെ ഭയങ്കര പ്രിയപ്പെട്ട ഇത് കൊള്ളാം. അല്ല, എനിക്കിപ്പോഴും എനിക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഈഡിപ്പസ് സ്ക്രീനിൽ ഞാൻ സത്യത്തിൽ ഞാൻ ആ കോവിഡിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ വർക്കിലാണ്. ഞാനത് സ്ക്രിപ്റ്റ് ഏകദേശം പൂർത്തിയാക്കി. അത് ഒന്ന് ഡയറക്റ്റ് ചെയ്യണമെന്നും ഒരാഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു റൂട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് ആ കോസ്റ്റ്യൂംസും അതിൻ്റെ കാര്യം എനിക്കത് കാരണം പറയാം. എനിക്ക് എപ്പോഴും എന്ന് വെച്ചാൽ എന്നെ ഇതുവരെ കണ്ട പടത്തിൽ എനിക്ക് കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എൻ്റെ സിനിമ കണക്കാണ് കോസ്റ്റ്യൂംസും ആർട്ടും എല്ലാ രീതിക്കും ചെയ്ത ബെൻഹർ എന്ന് പറയുന്ന പടം. ബെൻഹർ എനിക്ക് ആ പടം ഇപ്പോഴും ഞാനൊരു 2 ആഴ്ചക്ക് മുമ്പ് കൂടെ ഇട്ട് കണ്ട്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ഈ സ്ക്രിപ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത പടം. അതിൻ്റെ ഒരു കളറും അത് എത്ര വർഷം മുമ്പാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പല സിനിമകളിൽ ഈ അടിമകളുടെ കോസ്റ്റ്യൂമിന് റെഫറൻസ് എല്ലാം ബെൻഹർ തന്നെയാണ്. അതല്ല, അത് നമുക്ക് അത് എടുത്ത് കളയാൻ പറ്റൂല. അത് കാരണം മലയാളത്തിൽ അതേപോലെ തന്നെ വടക്കൻ വിരാത എന്ന് പറയുന്ന പടം. വടക്കൻ വിരാത എന്ന് പറയുന്ന പടം അതിൻ്റെ ആർട്ട് കോസ്റ്റ്യൂമും കുറച്ച് നാച്ചുറൽ, അത് മൊത്തം നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഒരു മാജിക് കോസ്റ്റ്യൂംസിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു മാജിക് ഉണ്ട്. പക്ഷെ എങ്കിലും അതിൻ്റെ ഒരു റെഫറൻസും അതിൻ്റെ സ്കീമും വേറൊരു പടത്തിൽ ഇതുവരെയ്ക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വടക്കൻ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ വേറെ പടങ്ങൾ പാലാട്ട് കുഞ്ചിക്കണ ഇതൊക്കെ ഉണ്ടെങ്കിലും വടക്കൻ വീരാതി എന്ന് പറയുന്ന പടത്തിൻ്റെ കോസ്റ്റ്യൂംസും പിന്നെ അത് ടോട്ടാലിറ്റി അതിൻ്റെ ഒരു പടം അങ്ങനെ തന്നെയാണ്. അതേപോലെ ബെൻഹർ എന്ന് പറയുന്ന പടവും അത് ഇപ്പോഴും അതേ കണക്കൊരു സിനിമ കിട്ടിയാൽ ചെയ്യാൻ ഇങ്ങനെ ഭയങ്കര കൊതിയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈഡിപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈഡിപ്പസ് നാടകമൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ഇത് കിടക്കുക. എന്തുകൊണ്ട് എനിക്ക്, കാരണം ഈഡിപ്പസ് എന്ന കഥാപാത്രത്തിൻ്റെ ഭയങ്കര സിമ്പതി. കാരണം എന്തുകൊണ്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനല്ലേ, അതേ ഇങ്ങനെ ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആവണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതല്ലേ ആ കഥാപാത്രം. പക്ഷെ അതിന് വേണ്ടി റെഫർ ചെയ്ത് ഞാനിങ്ങനെ, കാരണം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു സിനിമയിൽ, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഞാനും വൈഫും, ഇപ്പോൾ വൈഫ് പിന്നെ ടീച്ചറാണ് അത്യാവശ്യം, അപ്പോൾ നന്നായിട്ട് എഴുതുകയും ഇത് ചെയ്യും. ഞങ്ങൾ വൈഫ് തന്നെയാണ് ഇരുന്ന് കംപ്ലീറ്റ് എഴുതുന്നത്. എല്ലാവരും എൻ്റെ മോളടക്കം അതിന് വേണ്ടി, കാരണം അവരോട് ഞാൻ പറയും ഓരോ സാധനം. അപ്പോൾ ഇത് കുറേ ലൈബ്രറികളിലും കുറേ സ്ഥലങ്ങളിലും പോയി ഇതിൻ്റെ ബിഫോർ കിട്ടുന്നില്ല. അവസാനം അത് തപ്പി വേറൊരു സ്ഥലത്ത് ബിഫോർ കിട്ടി. ഈഡിപ്പസിൻ്റെ അപ്പൻ്റെയും അതിൻ്റെ ബാക്കിലുള്ള ഒരു ഏരിയയും കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ബേസ്മെന്റ് അതിൻ്റെ ഒരു അത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ചെയ്യണമെങ്കിൽ കോസ്റ്റ്യൂം ഞാൻ തന്നെ, എനിക്ക് കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോറിന് പുറത്തിറങ്ങാതെ ഷൂട്ട് ചെയ്യുക. ഫുൾ ഫ്ലോറിനകത്തായിരിക്കും, ഫുൾ മിനിയേച്ചർ. കാരണം അത് എന്തെന്ന് വെച്ചാൽ അതിപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇത് വരുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയുടെ വർക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മുത്തുരാജ് ഡയറക്റ്റ് ചെയ്ത മൂവി. അത് ഫ്ലോറിന് പുറത്തേ ഇല്ല, എല്ലാം ഫ്ലോറിനകത്താണ്. ഫുൾ മിനിയേച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് 3D ആണ് മൂവി. അത് പക്ഷേ കോടികളാണ് അതിൻ്റെ ചിലവ്. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലാതെ വേറൊരു പാറ്റേൺ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്ലോറിൽ വെച്ച് തന്നെ വേറൊരു സ്റ്റേജും ഫ്ലോറും കൂടെ കണക്ട് ചെയ്തിട്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ്. അതും പക്ഷേ മിനിയേച്ചറും അതിന് അത്യാവശ്യം ബഡ്ജറ്റും കാര്യമൊക്കെ വേണം. അപ്പോൾ അതെന്തെങ്കിലും അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. കാരണം അത് നടക്കാൻ പറ്റിയാൽ അതിൻ്റെ, പക്ഷേ സബ്ജക്റ്റ് എഴുതി വന്നപ്പോഴത്തേക്ക് അതിപ്പോൾ നല്ല, കാരണം നമ്മൾ നാച്ചുറൽ ഇത് സ്ട്രെയിറ്റ് അല്ല. നമ്മൾ വടക്കൻ വീരാതെ പോലെ ചന്തുവിനെ ഇങ്ങനെ ആക്കിയതുപോലെ തന്നെയാണ് എനിക്ക് ഈഡിപ്പസിനെ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. ഈഡിപ്പസ് എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഒരു ഹീറോ ആണ്. ഹീറോ എന്ന് പറഞ്ഞാൽ അത്രയും വേൾഡ് ലിറ്ററേച്ചറിൽ. അപ്പൊ അത് എനിക്ക് എന്തോ ചെയ്യാത്ത ഒരു സംഭവം, അതൊന്ന് നോക്കാം എന്നുള്ള ഒരു ട്രൈ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇന്ത്യൻ 2ഉം 3 ആണ്. ഇന്ത്യൻ 2, 3 ആണ് നമുക്ക് റിലീസ് ആവാനുള്ളത്. പിന്നെ MT സാറിന്റെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. MT സാറിന്റെ സ്റ്റോറി അതിൽ 2 എണ്ണം. ഒന്ന് MT സാറിന്റെ മകള് ഡയറക്റ്റ് ചെയ്ത മൂവിയും ചെയ്തിട്ടുണ്ട്. പിന്നെ രതീഷിന്റെ, അത് 2 പീരീഡ് കാലഘട്ടം ഉള്ളതുകൊണ്ട് അത് 2 എണ്ണവും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ആ പടങ്ങളാണ് റിലീസിനുള്ളത്. പിന്നെ ഇനി ഈ വർക്കാണ്, ഈ വർക്ക് രാജീവ് വെഞ്ചലിൻ്റെ വർക്കാണ് ഇനിയിപ്പം ഡിസ്കഷനിൽ വന്നിരിക്കുന്നത്. മറ്റത് പാരലായിട്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. മുത്തുരാജിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിപ്പോൾ 1 മിനിറ്റ് മൂവി നമ്മൾ ഷൂട്ട് ചെയ്തു, അതിൻ്റെ ബാക്കിയുള്ളത് നോക്കാൻ വേണ്ടി. കാരണം അത് 1 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ട്, കാരണം ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പടം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് മുത്തുരാജിൻ്റെ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിപ്പോൾ ഒരു റഷ്യൻ കമ്പനിയായിട്ടാണ് അപ്പോൾ അതിൻ്റെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും സംസാരിച്ചു, പക്ഷെ നിങ്ങളെ എവിടെയും കാണാൻ കിട്ടാറില്ലായിരുന്നു. ഈ ലൈം ലൈറ്റിന് മുന്നിൽ പൊതുവേ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെ ഒന്നും അധികം നമുക്ക് കണ്ടു കിട്ടാറില്ല. നിങ്ങൾ എന്താണ് ലൈം ലൈറ്റിന്റെ പുറത്ത്? അല്ല, പുറത്തല്ല അത്. ഞാൻ അല്ല, ആവശ്യം വരും നമ്മൾ നിനക്ക് തന്നെ ഇൻ്റർവ്യൂ അത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഹകരിക്കാതെ എല്ലാം അത് തന്നെയാണ്. പിന്നെ വർക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ അതല്ലാതെ നമ്മൾ അങ്ങനെ പുറത്ത് നിൽക്കുന്നില്ല. പിന്നെ അത് സംബന്ധിച്ചൊരു ബിസിനസ്സിൻ്റെ ഒരാവശ്യം വരുന്നില്ല. ഞാൻ വേറെ ഷോപ്പോ, ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഷോപ്പ് തുടങ്ങിയിടയ്ക്ക്, ഒരു ഷോപ്പ് SB സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങി. അത് ഭയങ്കര തിരക്കായി, നല്ല ബിസിനസ്സും നന്നായിട്ട് ഈ സിനിമ ചെയ്യുന്നേക്കാളും പൈസ വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം മറ്റേ നമ്മൾ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്പോൾ ഒരു ഫെബ്കെന്നോ അല്ലെങ്കിൽ മദ്രാസ് ഫെബ്സിന്നോ യൂണിയനിൽ നിന്ന് ആളിനെ വിളിച്ച് ഏത് ബാറ്റയ്ക്കെന്ന് വെച്ചാൽ പടത്തിന് ആളിനെ പ്രൊഡക്ഷൻ തരും നമുക്ക്. പക്ഷേ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോഴത്തേക്ക് നമുക്കത് പറ്റില്ല. കാരണം നമ്മൾ വാങ്ങുന്നതിനൊക്കെ ഒരു കറക്റ്റ് കണക്കും കാര്യമുണ്ട്. അതും അല്ലെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറ്റതിൻ്റെ ഒരു ഏരിയ ഭയങ്കര ഇത്. നമ്മളൊന്ന് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു 1650-800 ഒരു ദിവസത്തെ ബാറ്റ് ആണെങ്കിൽ അവർക്ക് റൂം, അവർക്ക് ഫുഡ്, എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഈ എമൗണ്ട് വരും. അപ്പോൾ ഒരിക്കലും നമുക്ക് രാവിലെ 8 to 8 വരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ അവർ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റമറുടെ ചിലപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡ്രസ്സ് കൊണ്ട് തരുന്ന നാളെ നിങ്ങളുടെ കല്യാണം എന്തെങ്കിലും സംഭവമായിരിക്കും, ഇന്നായിരിക്കും നമ്മൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ. ഈ സ്റ്റാഫൊക്കെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ പോയിട്ട് വിളിച്ചാൽ ഈ പറയുന്ന കണക്ക് സിനിമയ്ക്ക് യൂണിയനിൽ നിന്ന് വിളിക്കുന്ന കണക്ക് ഒരാളിനെ വന്നാൽ അത് പ്രാക്ടിക്കൽ ആക്കാനും പറ്റില്ല, അത് നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തിരക്ക് കൂടിയപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ ഒരു തിരക്ക് ഇപ്പോഴും നമ്മളെന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ മോന് ഇപ്പോൾ 10th എക്സാം എഴുതിയിരിക്കുന്നു, മോളിപ്പോൾ 9th ആയി. ഇപ്പോഴൊക്കെ ഉള്ള സമയം ഇനിയിപ്പോൾ അവരുടെ കിട്ടുള്ളൂ. അവർ ഇനിയിപ്പോൾ ഒരു +2 ഒക്കെ അങ്ങോട്ട് +1 +2 കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുമായിട്ടൊന്നും ഓരോ വേറെ റൂട്ടാണ്. അതെന്തായാലും നമുക്ക് പിന്നെ അവരുടെ കാര്യങ്ങളായി. അപ്പോൾ ഈ സമയം നമ്മൾ കിടന്നിട്ട് എപ്പോഴും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടോ ഞാൻ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ അങ്ങനെ നിർത്തിയതാണ്. കുറച്ച് കാര്യം വീട്ടിലും ഇത് അല്ലെങ്കിൽ പിന്നെ എന്താ, ഞാൻ ഒന്നാമത് നല്ല ഓട്ടമായിരുന്നു. ഒരു സമയം 7 പടമൊക്കെ ഒരു സമയം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങി ഒറ്റപ്പാലം വഴി കറങ്ങി ഇങ്ങനെ ട്രിവാൻഡ്രം കറങ്ങി ഇങ്ങനെ നടക്കുക എനിക്കും ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ഇതായിട്ടിരിക്കുക. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ തൃപ്തിയായി. ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ കോസ്റ്റ്യൂം ഒക്കെ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദുഃഖമൊന്നുമല്ല. ഈശ്വരൻ ഇതിനെ നിലനിർത്തിയാൽ മതി. കാരണം അതെല്ലാം നമ്മൾ അതുമല്ല ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാർ വരെയല്ലേ. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കും പോയിട്ട് അവരോട് അനുസരിച്ചിട്ട് റെമോണ്ടേഷനൊക്കെ ഇപ്പോൾ ഇവരൊക്കെ വാങ്ങണം റെമോണ്ടേഷൻ പറഞ്ഞാൽ എനിക്കിത് ഇപ്പോഴും എത്ര പടം എന്നെ ഇപ്പോൾ നടക്കുന്ന പടങ്ങൾ പോലും എന്നെ വിളിച്ച മൂവികളുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞു. ഇപ്പം രഞ്ജിത്ത് ചേട്ടൻ പുതിയ മൂവി രഞ്ജിത്ത് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രജപുത്ര, അത് ഒക്കെ ഞാൻ എൻ്റെ ആദ്യം പുള്ളിയുടെ വെബ് സീരീസ് ചെയ്യുമ്പോഴത്തേക്കേ എൻ്റെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഞാൻ വേറെ ആളിനെ വേണമെങ്കിലും തരാതെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ, കാരണം ഇതിന് കുറച്ച് ഈ ശങ്കർ സാറിൻ്റെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം അവരെപ്പോഴും വിളിക്കും. അവർ ബ്ലോക്ക് ചെയ്തിട്ട് വലിയ റെമോണ്ടേഷനും കാര്യമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അവർ നമ്മൾ ഇത്ര ദിവസം ഇന്നണക്ക് അവർ വിളിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും ശങ്കർ സാറിൻ്റെ അവിടെ എത്തണം. അവർ അതിനുള്ള ഫെസിലിറ്റീസും എല്ലാം തരും. എന്നാൽ പെട്ടെന്നെങ്കിലും 2-3 ദിവസം കാണും. പക്ഷെ അപ്പോഴും നമ്മൾ അതുമല്ല ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അത് വരുമ്പോഴത്തേക്ക് മൊത്തം അങ്ങനെ വർക്ക് ചെയ്യാൻ ഇനിയിപ്പം 400 സിനിമയായി. തൃപ്തിയായി. ഇപ്പൊ നമ്മളപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ വരണമെങ്കിൽ നമുക്ക് നമ്മുടേതായ പ്രതിഫലമൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം. അങ്ങനെ എന്തായാലും എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, ബൈ.